നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഗവർണർക്കെതിരെ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും പരാതി അയച്ച് സംസ്ഥാന സർക്കാരുമായി സഹകരിക്കാത്ത ഗവർണറെ തിരിച്ചു വിളിക്കണമെന്നാണ് മുഖ്യമന്ത്രി അയച്ച കത്തിലെ ധ്വനി. പരാതിയുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതി ഭവൻ സ്വാഭാവികമായും ഗവർണറുടെ വിശദീകരണം തേടും. സംസ്ഥാനത്തെ ക്രമസമാധാന തകർച്ചയും കെടുകാര്യസ്ഥതയും സാമ്പത്തിക പ്രതിസന്ധിയും അടക്കമുള്ള ഗുരുതര പ്രശ്നങ്ങൾ സമഗ്രമായി അവതരിപ്പിക്കാനുള്ള ഒരവസരമാണ് ഗവർണർക്ക് ഇതുവഴി ലഭിക്കുന്നത്. ജന ഡിബേറ്റ് പരിശോധിക്കുന്നു: വടി കൊടുത്ത് അടി വാങ്ങുമോ? നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് കെ രാംകുമാർ, LDF പ്രതിനിധിയും NCP നേതാവുമായ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, സംവാദകൻ ശ്രീജിത്ത് പണിക്കർ, BJP വക്താവ് പ്രിൻറ്റു മഹാദേവ് എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. അഡ്വക്കേറ്റ് കെ രാംകുമാർ, ഗവർണർ തുടർച്ചയായി പ്രോട്ടോകോൾ ലംഘിക്കുന്നു. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഗവർണർ ഒപ്പുവെക്കുന്നില്ല, സർക്കാരുമായി സഹകരിക്കുന്നില്ല. അതുകൊണ്ട് ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന ധ്വനിയോടെയാണ് മുഖ്യമന്ത്രി രാഷ്ട്രപതിക്ക് കത്തയച്ചത്. കത്തിൻ്റെ കോപ്പി പ്രധാനമന്ത്രിക്കും അയച്ചിട്ടുണ്ട്. ഗവർണർ സർക്കാർ പോര് കടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പരാതിക്ക് പ്രസക്തിയുണ്ടോ? എന്താണ് താങ്കളുടെ നിരീക്ഷണം? ഇത് ഒരു സംഘടിതമായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ സംസ്ഥാനം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷി കടലോരത്ത് മാത്രം തങ്ങി നിൽക്കുന്ന ഒരു കക്ഷിയാണെന്നുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം. അവർക്ക് രാഷ്ട്രീയമായ ഇച്ഛാഭംഗം തുടരെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ഭരണഘടനാ വ്യവസ്ഥാപിത സ്ഥാപനങ്ങളെ തളർത്താനും നശീകരിക്കാനുമുള്ള ശ്രമം നടന്നു വരികയാണ്. നമ്മുടെ ഭരണഘടനയുടെ 3 നെടും തൂണുകൾ എല്ലാവർക്കും അറിയാം: നിയമനിർമ്മാണ സഭ, നീതി നിർവഹണ വിഭാഗം, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി. ഇതിൽ ഗവർണർ സംസ്ഥാനത്തെ എക്സിക്യൂട്ടീവിൻ്റെ തലവനാണ്. സ്വന്തം സർക്കാരിൻ്റെ തലവനെ ഇകഴ്ത്താനും ഇടിച്ചു താത്താനും ഒരു രാഷ്ട്രീയ കക്ഷിയും അതിൻ്റെ യുവജന സംഘടനകളും പരിശ്രമിക്കുന്നത് വളരെ വിചിത്രമായൊരു കാര്യമാണ്. അവരുടെ ലക്ഷ്യം നിർവഹണ വിഭാഗത്തിൻ്റെ തലവനെ തരം താത്തുകയും മോശമായ ഭാഷയിൽ അധിക്ഷേപിക്കുകയും രാഷ്ട്രീയ മാന്യത പോലും പുലർത്താതെ വ്യക്തിപരമായി കേരളമാണോ സൂക്ഷിച്ചോ എന്ന് തുടങ്ങി അദ്ദേഹത്തെ വ്യക്തിപരമായി ഇത്രയും മ്ലേച്ഛമായ രീതിയിൽ ഒരു രാഷ്ട്രീയ കക്ഷി, പ്രത്യേകിച്ചും വലിയ വിപ്ലവം പറയുന്ന രാഷ്ട്രീയ കക്ഷി തരം താഴുന്നത് ആദ്യമായിട്ടാണ്. തീർന്നില്ല. നിയമനിർമ്മാണ സഭയിൽ KM മാണിയെ കൊണ്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ഇവർ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കണ്ടതാണ്. സ്പീക്കറുടെ ഡയസിൽ കയറുകയും മേശ വലിച്ചിടുകയും സാധനങ്ങൾ വെച്ച് അവസാനം അതിന് കേസ് ചാർജ് ചെയ്യാൻ നിർബന്ധിതമായി. ആ കേസ് പിൻവലിക്കാനുള്ള പരിശ്രമം ജുഡീഷ്യറിയുടെ ത്വരിത നടപടികൾ കൊണ്ട് പരാജയപ്പെടുത്തി. അപ്പോൾ നിയമനിർമ്മാണ സഭയിലും അവർക്ക് വിശ്വാസമില്ല. മൂന്നാമത്തത് ജുഡീഷ്യറി. ഇവിടെ അവർക്കെതിരായി വിധി പ്രസ്താവിച്ച ജസ്റ്റിസ് VK ബാലിയെ നാട് കടത്താനുള്ളൊരു പ്രക്രിയ ഹൈക്കോടതിയുടെ മുമ്പിൽ നടന്നു. ചുരുക്കത്തിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത വിധി വന്നാൽ അവരെ ശുംഭന്മാരെന്ന് വിളിക്കുകയും പ്രതീകാത്മകമായി നാട് കടത്തുകയും ജുഡീഷ്യറി വിമർശിക്കുകയും ജുഡീഷ്യറി സംഘപരിവാറിൻ്റെ ഭാഗമാണെന്ന് പതിവ് ശൈലി. ചുരുക്കത്തിൽ 3 ഭരണഘടനാ സ്ഥാപനങ്ങളെയും വ്യവസ്ഥാപിതമായ മറ്റ് സ്ഥാപനങ്ങളെയും നിർജ്ജീവമാക്കുക, തളർത്തുക, തകർക്കുക എന്ന വളരെ സങ്കുചിതമായ രാഷ്ട്രീയ ലക്ഷ്യം ആണ് നിർഭാഗ്യവശാൽ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയും അവരുടെ യുവജന സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നത്. സെനറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, യൂണിവേഴ്സിറ്റിയിൽ കാര്യമായ അധികാരങ്ങൾ കൈകാര്യം ചെയ്യുകയും യൂണിവേഴ്സിറ്റിയുടെ ഭരണകാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ അധികാരമുള്ളൊരു സമിതിയാണ്.
ആ സെനറ്റിനെ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലെ സെനറ്റിനെ കൂടാൻ അനുവദിക്കാതിരിക്കാൻ SFI കാട്ടിയ പേക്കൂത്തുകൾ കേരളത്തിലെ ജനങ്ങൾ നേരിട്ട് കണ്ടതാണ്. അപ്പം ചുരുക്കത്തിൽ എല്ലാ വ്യവസ്ഥാപിത സ്ഥാപനങ്ങളെയും തകർക്കുകയോ തളർത്തുകയോ അതല്ലെങ്കിൽ നിർജീവമാക്കുകയോ ചെയ്യുന്ന രാഷ്ട്രീയം, ഈ രാഷ്ട്രീയ ലക്ഷ്യത്തിൻ്റെ മനഃശാസ്ത്രം എന്താണ്? അതിന് പ്രധാന കാരണം 2 പ്രധാനപ്പെട്ട സർവകലാശാലകളിൽ സ്വന്തക്കാരെ തിരികെ കയറ്റി അതിന് തിരിച്ചടി ജുഡീഷ്യലിൽ നിന്ന് കിട്ടി. കണ്ണൂരും സാങ്കേതിക സർവകല ഗവർണർ വരെ സർക്കാരിനെ സഹായിച്ചു എന്ന വിമർശനം സുപ്രീം കോടതി ഉന്നയിക്കുകയുണ്ടായി. തൻ്റെ അധികാരം വേണ്ട രീതിയിൽ ഗവർണർ ഉപയോഗിച്ചില്ല. അപ്പോൾ സ്വന്തക്കാരെ തിരികെ കയറ്റാനും സ്വന്തം കക്ഷിയിലെ നേതാക്കന്മാരുടെ ഭാര്യമാരെ അവിഹിതമായി സ്ഥാനങ്ങൾ കയറ്റാനും ഉള്ള പരിശ്രമങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത് ഗവർണറാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയ പരിജ്ഞാനമുണ്ട്, പരിചയമുണ്ട്, മന്ത്രിയായിരുന്നിട്ടുണ്ട്, ഭരണപാഠവുമുണ്ട്. ഇവിടെ 10,000 രൂപയുടെ പെട്ടിക്കട നടത്താൻ കഴിവില്ലാത്ത ആളുകളാണ് നിർഭാഗ്യവശാൽ ഇവിടെ ഭരണത്തിലിരിക്കുന്നത്. അവർക്ക് ആകെ വരുമാനം ശബരിമലയാണ്, അതും തകർക്കാൻ നോക്കുകയാണ്. അപ്പം അങ്ങനത്തെ ഭരണകർത്താക്കളുള്ള സ്ഥലത്ത് ഭരണത്തിൽ നിപുണനായ ഒരു ഗവർണർ വന്ന് ഇവിടെ നിഷ്ക്രിയവും നിർജ്ജീവമായ പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനം അദ്ദേഹം ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങൾ തോറ്റ് നിലംപരിശായി ഇപ്പം അറബിക്കടലിൻ്റെ തീരത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നിരാശ ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. പക്ഷേ ആ നിരാശ പ്രകടിപ്പിക്കുന്നതിന് മാന്യമായ മാർഗങ്ങൾ അവലംബിക്കുന്നതിന് പകരം സംസ്ഥാനത്തെ നിർവഹണ വിഭാഗത്തിൻ്റെ സ്വന്തം സർക്കാരിൻ്റെ തലവൻ ഭരണഘടനയുടെ 154 അനുച്ഛേദം അനുസരിച്ച് എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് വിളിക്കുന്ന ഗവർണറെ വഴിയിൽ തടയുകയും പുലഭ്യം പറയുകയും അദ്ദേഹത്തിൻ്റെ പിതൃത്വം വരെ ചോദ്യം ചെയ്യുകയും വളരെ തരം താണ രീതിയിൽ അദ്ദേഹത്തെ പറ്റി പ്രതിപാദിക്കുക. ഇത് രാഷ്ട്രീയമായ മാന്യതയാണോ? ഇതാണ് വിപ്ലവത്തിൻ്റെ സന്ദേശം. അവർ ഇടതുപക്ഷ പുരോഗമനക്കാരുടെ പ്രവർത്തന ശൈലി ഇതാണോ? കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാൻ അവകാശമുണ്ട്. അപ്പം ഞാൻ സൂചിപ്പിച്ചതുപോലെ 3 സ്ഥാപനങ്ങളെയും തകർക്കുക എന്ന ലക്ഷ്യത്തിൽ അവർ ഇപ്പം ബലിയാടാക്കിയിരിക്കുന്നത് ഗവർണറെയാണ്. കാരണം ഗവർണറാണ് തങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങൾക്കെല്ലാം വിലങ്ങതടിയാവുന്നത്. ജുഡീഷ്യറിയും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ ശരിവെക്കുന്നു. അപ്പം നിരാശരായി, വേറെ മാർഗങ്ങളില്ല. എന്നിട്ട് ഒരു മന്ത്രി അദ്ദേഹത്തിന് മുന്നറിയിപ്പ് കൊടുത്താണ്, കേരളത്തിൻ്റെയും കണ്ണൂരിൻ്റെയും ചരിത്രം അറിയില്ല. എന്താ കണ്ണൂരിൻ്റെ ചരിത്രം? 4ാം ക്ലാസ് വരെയുള്ള സ്കൂളിലെ വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് പട്ടാപ്പകല് ജയകൃഷ്ണൻ മാഷെ വെട്ടി 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 നുറുക്കുന്നതാണ് കണ്ണൂരിൻ്റെ ചരിത്രം. കേരളത്തിലെല്ലാവർക്കും അറിയാം. പിന്നെ കേരളത്തിൻ്റെ ചരിത്രം, സ്വന്തം പാർട്ടി സഖാവിനെ 52 വെട്ടിയിട്ട് കൊല്ലാൻ നിൽക്കുന്ന പാർട്ടി നേതൃത്വമാണ് ഇവിടെ ഉള്ളത്. ഇതാണല്ലോ കേരളത്തിൻ്റെ പാരമ്പര്യം. ഈ പാരമ്പര്യം ഗവർണർക്ക് അറിയില്ല എന്നാണ് ഒരു മന്ത്രി ഇന്ന് വീമ്പളക്കുന്നത്. എനിക്ക് വളരെ ദുഃഖം തോന്നുന്നുണ്ട്. ഒരു കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം, ഇന്നും കൂടുതൽ സ്വാധീനമുള്ളൊരു പാർട്ടിയാണ് ആ പാർട്ടിക്ക് ഈ ഗതികേട് വന്നല്ലോ എന്നാലോചിക്കുമ്പോൾ വളരെ ദുഃഖമാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരുപയോഗിക്കുന്ന ഭാഷ വളരെ മ്ലേച്ഛമാണ്. മാന്യമായ രാഷ്ട്രീയ പ്രവർത്തകർ ഒരിക്കലും ഉപയോഗിക്കാത്തൊരു ഭാഗ്യമാണ്. ഇപ്പോൾ ഇവിടെ മൊബൈൽ കോർട്ട് എന്ന പോലെ മൊബൈൽ മന്ത്രിസഭയാണല്ലോ, മൊബൈൽ മിനിസ്ട്രി, സഞ്ചരിക്കുന്ന മന്ത്രിസഭ. കഴിഞ്ഞ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിക്കുന്ന മന്ത്രിസഭ ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് ഇത്തരം ക്ഷുദ്രപ്രവൃത്തികൾ നടന്നില്ലെങ്കിലേ ജനങ്ങൾക്ക് ഇതുള്ളൂ. പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ വിനീതാഭിപ്രായത്തിൽ ഒരു പ്രതിപക്ഷമില്ലാതെ പോയി. നിർജീവവും നിഷ്ക്രിയവുമായൊരു പ്രതിപക്ഷം ഉള്ള ഈ സംസ്ഥാനത്ത് അഴിഞ്ഞു കൂത്താടാൻ ഭരണകക്ഷിയും അതിൻ്റെ യുവജന സംഘടനകളെയും അനുവദിക്കുന്നത് കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്കും കേരളത്തിൻ്റെ മാന്യതയ്ക്കും
കേരളത്തിൻ്റെ സംസ്കാരത്തിനും തികച്ചും വിരുദ്ധമാണ് എന്ന് ഞാൻ കരുതുന്നു. പിന്നെ രാഷ്ട്രപതിക്ക് അയച്ചതിനെപ്പറ്റി ഇവിടെ ആങ്കർ പറഞ്ഞല്ലോ, രാഷ്ട്രപതിക്ക് എപ്പോൾ വേണമെങ്കിലും ഗവർണർക്ക് റിപ്പോർട്ട് നൽകാം. അത് ക്രമസമാധാന പ്രശ്നത്തിന് മാത്രമല്ല. കാരണം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിച്ചത്. അദ്ദേഹം സംസ്ഥാന ഭരണത്തിൻ്റെ തലവനാണെങ്കിലും ആ ഭരണത്തിലുള്ള പാളിച്ചകളും വീഴ്ചകളും ചൂണ്ടിക്കാണിക്കാൻ അദ്ദേഹത്തിന് ഭരണഘടന അനുവാദം നൽകുന്നുണ്ട്. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നടക്കുന്ന കൊള്ളരായ്മകളും ധൂർത്തും അധിക ചെലവും സാമ്പത്തികമായ തകർച്ചയും ഒക്കെ രാഷ്ട്രപതിയെ ഔദ്യോഗികമായി അറിയിക്കാനുള്ളൊരവസരം മുഖ്യമന്ത്രിയും സഞ്ചരിക്കുന്ന മന്ത്രിമാരും ഗവർണർക്ക് നൽകിയിരിക്കുകയാണ്. ആ അവസരം അദ്ദേഹം ശരിക്കും വിനിയോഗിക്കും. അതുകൊണ്ട് രാഷ്ട്രപതി മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരം ഗവർണറെ തിരിച്ചു വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ആവശ്യം വരുമ്പോൾ സമരസപ്പെട്ടു പോകുന്നൊരു മുഖ്യമന്ത്രിയാണ് ഗവർണറുമായുള്ള ബന്ധത്തിൽ ഇവിടെ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. സ്വന്തം കാര്യം വരുമ്പോൾ ഗവർണറെ സമാശ്വസിപ്പിച്ച് സമരസപ്പെടുത്തി ഇപ്പം മുമ്പ് പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ പിന്നോട്ട് പോകുന്നു. ഈ രാഷ്ട്രീയ കാപട്യം ജനങ്ങളുടെ മുമ്പിൽ തുറന്ന് കാണിക്കുന്നത് ജനം TV പോലെയുള്ള മാധ്യമങ്ങളുടെ കടമയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ ചർച്ച വളരെ കൃത്യമായ സമയത്താണ്, സമയോചിതമായൊരു ചർച്ചയാണ് ജനം TV ആവിഷ്കരിച്ചിരിക്കുന്നത്. രാഷ്ട്രപതി ആ റിപ്പോർട്ടിൻ്റെ മുകളിൽ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. മറിച്ച് ഇവിടെ നടക്കുന്ന അനാസ്ഥയും ഭരണ തകർച്ചയും രാഷ്ട്രപതി അറിയിക്കാനുള്ള ഒരവസരമായി ഗവർണർ ഉപയോഗിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യെസ്, രാംകുമാർ സാർ, ഇവിടെ ഇപ്പോൾ കുറച്ച് മുമ്പ് ഗവർണർ വിമാനത്താവളത്തിലേക്ക് പോകുന്ന വഴി അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിക്കുകയുണ്ടായി SFI പ്രവർത്തകർ. വീണ്ടും ഇത്രയേറെ ഗൗരവത്തോടെ ഈ വിഷയത്തെ ഗവർണർ സമീപിച്ചിട്ടും ഇപ്പോഴും നേരത്തെ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ യുവജന സംഘടനകളെ ഇറക്കി വിടുകയാണ്. മാത്രമല്ല, ഇവർ ചെയ്യുന്ന എല്ലാ വൃത്തികേടും അംഗീകരിച്ചു കൊടുക്കുകയാണ് മുഖ്യമന്ത്രി. അതുകൊണ്ട് തന്നെയാണ് ഗവർണർ ഇന്നും അദ്ദേഹം വിമാനത്താവളത്തിലേക്ക് പുറപ്പെടും മുമ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഇന്നും അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിയാണ് ഈ അക്രമി കൂട്ടങ്ങളെ ഇറക്കി വിടുന്നത് എന്ന് അദ്ദേഹം ആവർത്തിക്കുകയുണ്ടായി. ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു മന്ത്രി പറഞ്ഞത് ഗവർണർ പരിണതപ്രജ്ഞനായ ഒരു നേതാവല്ല, മാത്രമല്ല അദ്ദേഹം പ്രയോഗിക്കുന്ന ചില വാക്കുകൾ അത് വളരെ മോശമാണ്. പറഞ്ഞത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയാണ്. നിയമസഭയിൽ ചവിട്ട് നാടകം നടത്തിയ ആ മഹാനാണ് ഗവർണറെ വിമർശിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് ഗവർണർ നാമനിർദ്ദേശം ചെയ്തവരെ ഇന്ന് ആ സെനറ്റ് ഹാളിലേക്ക് കടത്താതെ ഈ SFI ഗുണ്ടാ സംഘം, അങ്ങനെ തന്നെ വിളിക്കേണ്ടിയിരിക്കുന്നു, ഗുണ്ടാ സംഘം അവരെ അവിടെ ഉപരോധിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഇപ്പോഴും ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയെ ഇപ്പോഴും അപമാനിച്ചുകൊണ്ടിരിക്കുക, അപകീർത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ഇതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുക്കുക, SFI DYFI പ്രവർത്തകർക്കെല്ലാം ഒത്താശയും ചെയ്തു കൊടുക്കുക. ഇത് ഈ രീതി മുന്നോട്ട് പോവുകയാണെങ്കിൽ, അതായത് ഗവർണറും സർക്കാരും തമ്മിലുള്ളൊരു പോര് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതൊരു വലിയൊരു ഭരണഘടനാ പ്രശ്നമായി തന്നെ അത് അവശേഷിക്കില്ലേ? ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം, ഇമ്മീഡിയറ്റ് ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടതല്ലേ? അതിന് രാഷ്ട്രപതി ഭവൻ്റെ ഇടപെടൽ ഉണ്ടാകുമോ? അതുകൂടി നോക്കിക്കാണേണ്ടതല്ലേ ഗൗരവത്തോടെ? രാഷ്ട്രപതിക്ക് ഈ കാര്യത്തിൽ നേരിട്ട് ഇടപെടാനുള്ള ഒരു സംവിധാനം നമ്മുടെ ഭരണഘടനയിലില്ല. 356 അനുച്ഛേദം അനുസരിച്ച് സംസ്ഥാനത്ത് ക്രമസമാധാന നില തകരാറിലായി, പൊട്ടിത്തെറിയുടെ വക്കത്താണെന്ന് ഗവർണർ റിപ്പോർട്ട് ചെയ്താൽ, പണ്ട് കോൺഗ്രസ് ഗവൺമെൻറ് ഭരിക്കുന്ന കാലത്ത് പലതവണ 356 അനുച്ഛേദം ഉപയോഗിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭകളെ പിരിച്ചുവിട്ടിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ പിരിച്ചുവിട്ടിട്ടുണ്ട്. ഈ വൃത്തികേടിലേക്ക് ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി ശ്രമിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത്യന്തം ജനാധിപത്യത്തിൽ വിശ്വസിച്ച്
ജനാധിപത്യത്തിൻ്റെ ശക്തിയിലൂടെ പ്രധാനമന്ത്രിയായ ഒരു എളിയ രാഷ്ട്രീയ പ്രവർത്തകനാണ് നമ്മുടെ പ്രധാനമന്ത്രി. അദ്ദേഹം ആ വൃത്തികെട്ട മാർഗത്തിലേക്ക് തിരിയും, കോൺഗ്രസ് പാരമ്പര്യം അനുസരിച്ച് പ്രവർത്തിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഗവർണർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ കരുതി കൂട്ടി ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം എൻ്റെ അഭിപ്രായത്തിൽ കണ്ണൂർ സാങ്കേതിക സർവകലാശാല ഉണ്ടായ സർക്കാരിനുള്ള തിരിച്ചടിയാണ്. കാരണം ഇവർ കാവ്യവൽക്കരണം എന്ന് പറഞ്ഞ് ചുവപ്പുവൽക്കരണം ആകാം എന്നാണ് അവരുടെ വാദം. എല്ലാ സർവകലാശാലകളും ചുവപ്പ് വൽക്കരിക്കുക എന്ന സർക്കാരിൻ്റെ പരിപാടിക്ക് തടസ്സം നിൽക്കുന്നത് ഒരൊറ്റ വ്യക്തിയാണ്, അതാണ് ഗവർണർ. അതുകൊണ്ട് അദ്ദേഹത്തെ താത്വികമായി നേരിട്ടപ്പോൾ പരാജയം സംഭവിക്കുമ്പോൾ ഇപ്പം ശാരീരികമായി നേരിടാൻ നോക്കിയാണ്. അതിൽ അദ്ദേഹം പേടിക്കുന്ന ആളല്ല. കാരണം ഉത്തർപ്രദേശത്ത് ഒരു സ്ഥലത്ത് വെച്ച് തലയ്ക്ക് അടി കൊണ്ട് അംഗരക്ഷകൻ്റെ സാന്നിധ്യം കൊണ്ട്, മനസ്സാന്നിധ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട വ്യക്തിയാണ്. അത്ര വേഗം പേടിച്ച് ഓടുന്ന ആളാണ് നമ്മുടെ ഗവർണർ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അദ്ദേഹം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന് ഗവർണറായതാണ്. ഇവരൊക്കെ പറയും കാലുമാറി. ഇവിടെ നമ്മുടെ രാഷ്ട്രീയത്തിൽ കാലുമാറാത്ത ആരാളുണ്ട് രാഷ്ട്രീയത്തിൽ? ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ഒരു തവണയെങ്കിലും കാലുമാറാത്ത ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ CPM-ലുണ്ടോ? CPM-ഉം CPI-യും മാറി. അത് പോട്ടെ, ഞാൻ രാഷ്ട്രീയ തർക്കത്തിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇവരുടെ ലക്ഷ്യം ഗവർണർ പദവിയെയും ഗവർണറുടെ മനക്കരുത്തിനെയും പരിപൂർണമായി തകർക്കുക എന്ന ലക്ഷ്യമാണ്. ആ ലക്ഷ്യം അവരൊരിക്കലും നേടാൻ പോകുന്നില്ല. കാരണം ഗവർണർ സെനറ്റ് അംഗങ്ങളെ നിയമിച്ചത് ചാൻസലർ എന്ന നിലയ്ക്ക് അധികാരം ഉപയോഗിച്ചാണ്. ചാൻസലർ എന്ന നിലയ്ക്ക് മന്ത്രിസഭയുടെ ഉപദേശം അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വിവേചനാധികാരമാണ്. ഇവർ പറയുന്നത് ABVP-കാരെ നിയമിച്ചു, അതുകൊണ്ട് സെനറ്റ് അംഗങ്ങളെ തടയണോ? സെനറ്റിൻ്റെ പ്രവർത്തനം നിശ്ചലമാക്കിയാൽ ഈ അംഗങ്ങൾ പേടിച്ച് പുറത്തു പോകുമെന്നാണോ നമ്മുടെ കുട്ടി സഖാക്കൾ വിചാരിക്കുന്നത്? അവർക്ക് തെറ്റുപറ്റി. അവർക്ക് ഒരിക്കലും ഈ രാജ്യത്തെ ഒരു ഭരണഘടനാ സ്ഥാപനങ്ങളെയും തളർത്താനോ തകർക്കാനോ സാധിക്കില്ല. അതിനുള്ള ശേഷി അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. തങ്ങളുടെ കാൽക്കീഴിലുള്ള മണ്ണ് ഒലിച്ചു പോകുന്നത് കണ്ട് എങ്ങനെങ്കിലും പിടിച്ചു നിർത്താൻ മതഭീകര സംഘടനകളുടെ ചങ്ങാത്തം കൊണ്ട് മാത്രം നിലനിൽക്കുന്നതാണ്. ഞാനൊന്ന് സൂചിപ്പിച്ചോട്ടെ, രാജസ്ഥാനിൽ ഏതാനും സീറ്റുകളുണ്ടായത് നഷ്ടപ്പെട്ടു. ഇന്നിപ്പോൾ അഖിലേന്ത്യാ തലത്തിലുള്ള അംഗീകാരം നഷ്ടപ്പെടാതിരിക്കാൻ MK സ്റ്റാലിൻ്റെ, മഹാനായ സ്റ്റാലിൻ്റെ അല്ല, MK സ്റ്റാലിൻ്റെ സഹായമില്ലെങ്കിൽ ആ പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവിടെ കൂടെയുള്ള മറ്റൊരു അഖില ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് സംസ്ഥാന പദവി പോലും ഇല്ലാതിരിക്കുകയാണ്. അപ്പം ഈ ഗതികേട് അഭിമുഖീകരിച്ച് കഴിക്കുമ്പോൾ ജനശ്രദ്ധ തിരിച്ചുവിട്ട് തങ്ങളിപ്പോഴും സജീവമാണ്, യുവജന സംഘടന ഇറക്കിവിട്ട് വ്യവസ്ഥാപിത സ്ഥാപനങ്ങളെ തകർക്കാമെന്ന വ്യാമോഹത്തിലാണ്. അതുകൊണ്ടാണ് ഈ വീമ്പടക്കൽ അധികം വർത്തമാനം പറയുന്നത് എപ്പോഴും പ്രാവർത്തികമായി പരിക്കില്ല. പണ്ടല്ലേ നാട്ടുമരങ്ങളിൽ ചൊല്ലുണ്ടല്ലോ, ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ഈ വീമ്പടക്കലൊന്നും ഗവർണറുടെ അടുത്ത് നടക്കാൻ പോകുന്നില്ല, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നടക്കാൻ പോകുന്നില്ല. പരാജയം അവരെ വീണ്ടും വന്നുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ നിലവിലുള്ള സ്വന്തക്കാരുടെ നിയമനങ്ങൾ കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയും അവർക്ക് പരാജയം പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരുടെ നിരാശ വർദ്ധിക്കും. അപ്പോൾ ഈ വ്യക്തിപരമായ ആക്രമണങ്ങൾ കൂടും. ഇതെല്ലാം കേരളത്തിലെ വളരെ പ്രബുദ്ധരായ ജനങ്ങളും വോട്ടർമാരും കാണുന്നുണ്ട്. അവരതിനെപ്പറ്റി വിലയിരുത്തും. ഇത്രയും മോശമായ രാഷ്ട്രീയ പ്രവർത്തനം ഈ സംസ്ഥാനത്ത് ഒരിക്കലും ഉണ്ടായിട്ടില്ല. യെസ്, പ്രിൻറ്റുവിലേക്ക് പോവുകയാണ്. പ്രിൻറ്റു, ഗവർണറെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നവകേരള സദസ്സിൽ അതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനങ്ങളിലൊക്കെ മുഖ്യമന്ത്രി ഗവർണറെ കടന്നാക്രമിക്കുകയാണ്. മാത്രമല്ല SFI, DYFI, CPM-ൻ്റെ യുവജന സംഘടനകൾ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഗവർണറെ അധിക്ഷേപിക്കുന്നു, അപകീർത്തിപ്പെടുത്തുന്നു. ഗവർണർക്കെതിരെ ഇപ്പോൾ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് അദ്ദേഹം വിമാനത്താവളത്തിലേക്ക് പോകുന്ന വഴിയും അദ്ദേഹത്തെ കരിങ്കൊടി കാണിക്കുകയുണ്ടായി. ഇന്ന് ഈ SFI ഗുണ്ടാ സംഘം
കാലിക്കറ്റ് സെനറ്റിലേക്ക് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത പ്രതിനിധികളെ തടഞ്ഞുവെച്ചു. മാത്രമല്ല വൈസ് ചാൻസലറുടെ ഒത്താശ എല്ലാം ഉണ്ടായിരുന്നു അതിന്. ഗവർണർ റിപ്പോർട്ട് ചോദിച്ചതാണ് കഴിഞ്ഞ ദിവസം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇദ്ദേഹത്തിനെതിരെ ബാനറുകൾ ഉയർത്തിയ സംഭവത്തിലെ അടക്കം റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. അതിനൊന്നും റിപ്പോർട്ട് നൽകിയിട്ടില്ല. ആകെ ഗവർണറെ പിന്നെ അങ്കലാപ്പിലാക്കുക എന്നൊരു അജണ്ടയുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഗവർണറെ ഭയക്കുന്നില്ലേ? അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയായിരിക്കില്ലേ ഒരു പക്ഷേ ഗവർണറെ തിരിച്ചു വിളിക്കണം, ഗവർണർ ഇവിടെ പ്രോട്ടോകോൾ ലംഘിക്കുന്നു, ഗവർണർ ഈ ബില്ലുകളിൽ ഒപ്പുവെക്കുന്നില്ല, നിയമസഭ അംഗീകരിച്ച് പാസാക്കിയ ബില്ലുകളിൽ ഒപ്പുവെക്കുന്നില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രാഷ്ട്രപതിയുടെ ഇടപെടലുണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഒരു കത്തയക്കണമെങ്കിൽ ഗവർണറെ ഭയന്നിട്ട് തന്നെ ആയിരിക്കില്ലേ അങ്ങനെ ഒരു നടപടിയിലേക്ക് കടന്നത്? പ്രിന്റോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം. കേൾക്കാം. നമുക്കറിയാം, കേരളത്തിൽ ഭരണഘടനാ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അപ്പുറത്തേക്ക് ഒരു പ്രത്യേക രാഷ്ട്രമാകാനുള്ള ശ്രമമാണ് കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പൊതുവെ ഈ ഇടതുപക്ഷത്തിനും CPM-കാർക്കും ഇപ്പോൾ പിണറായി വിജയൻ ഒരു ധാരണയുണ്ട്. ഭാരതത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ ഭരണഘടനയ്ക്ക് മുകളിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ആ മിഥ്യാധാരണ കേരളത്തിൽ തകരാൻ പോവുകയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്ന് വളരെയധികം കേരളം സത്യത്തിൽ ലജ്ജിച്ച് നാണിക്കേണ്ട ഒരു ദിനം കൂടിയാണ്. കാരണം അനിൽ സർ പറഞ്ഞു നേരത്തെ, ജനാധിപത്യ രീതിയിൽ കേരളത്തിന്റെ ഗവർണർ നോമിനേറ്റ് ചെയ്ത സെനറ്റിലേക്ക് സെലക്ട് ചെയ്തിട്ടുള്ള 16 പേർ, ആ 16 പേരെ ഗവർണർക്കെതിരെയുള്ള വിരോധത്തിന്റെ പേരിലാണ് ഇവർ സമരം നടന്നെങ്കിൽ ഈ 16 പേരെയും സെനറ്റിലേക്ക് കയറ്റാത്ത സാഹചര്യമാണ് ഉണ്ടാവേണ്ടത്. എന്നാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സംഭവിച്ചത് എന്താ? ഇവർ കൃത്യമായി സെലക്ട് ചെയ്ത 6 പേരെ, ഈ 6 പേരുടെ പശ്ചാത്തലം നമ്മൾ നോക്കണം. ഈ SFI-കാരനും DYFI-കാരനും ഒക്കെ ഈ കേരളത്തിൽ 6 പേരുടെ ഈ സെലക്ഷൻ മാനദണ്ഡത്തെ കുറിച്ചാണല്ലോ പറയുന്നത്. ഞാൻ പറയുന്നു, ഇന്ന് കേരളം അത്യന്തം ലജ്ജിക്കുന്ന ഒരു ദിനം കൂടിയാണ്. കാരണം നമ്മൾ കണ്ടു, 2 കാലില്ലാത്തൊരു വികലാംഗനെ അതിനിഷ്ഠൂരമായിട്ട് കേരളത്തിന്റെ തെരുവിൽ CPM-കാരനും അതോടൊപ്പം തന്നെ പിണറായി പോലീസും അടിക്കുന്നത് നമ്മൾ കണ്ടു. ഇന്ന് ബാലൻ പൂതേരി എന്ന് പറയുന്ന രാഷ്ട്രം പത്മശ്രീ നൽകിയിട്ടുള്ള അന്ധനായിട്ടുള്ള ഒരു സാഹിത്യകാരനുണ്ട്. അദ്ദേഹം RSS-ഓ BJP ഒന്നുമല്ല. 200ഓളം ബുക്കുകൾ അന്ധനായ അദ്ദേഹം അകക്കണ്ടുകൊണ്ടാണ് എഴുതിയത്. അദ്ദേഹത്തെ ഈ വേട്ടപ്പട്ടികളായിട്ടുള്ള SFI-കാരും DYFI-കാരും ഈ അതിന് ഒത്താശ ചെയ്ത് വൈസ് ചാൻസലർ അടക്കം മണിക്കൂറുകളോളം മനുഷ്യനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ ഗൗരവ ചെയ്ത് മുദ്രാവാക്യങ്ങൾ വിളിച്ച് ആ മനുഷ്യനെ നമ്മുടെ ജനാധിപത്യത്തിന് അങ്ങേയറ്റം നിന്ദ്യമായ ഒരു ദിനമായിരുന്നു ഇത് ബാലൻ പൂതേരി ചെയ്ത്. ബാലൻ പൂതേരി ആരാ? അകക്കണ്ടുകൊണ്ട് ചരിത്രം എഴുതിയ ഒരാൾ, അകക്കൊണ്ട് സാഹിത്യം എഴുതിയ ഒരാൾ. കേരളത്തിൽ ഇന്ന് ഏറ്റവും അറിയപ്പെടുന്ന സാഹിത്യകാരന്മാരിൽ ഒരാളാണ്, രാഷ്ട്രം പത്മശ്രീ നൽകിയ ഒരാളാണ് ഈ ബാലൻ പൂതേരി. ഈ ബാലൻ പൂതേരിക്കെതിരെ നടത്തിയിട്ടുള്ള നിന്ദ്യമായിട്ടുള്ള ശ്രമം അതിൽ ഒത്താശ ചെയ്ത് വൈസ് ചാൻസലറാണ്, സംശയം വേണ്ട. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കേരള പോലീസോ അവിടുത്തെ ബോഡി ഗാർഡ്സോ വിചാരിച്ചു കഴിഞ്ഞാൽ SFI-കാരെ പുറത്താക്കിക്കൊണ്ട് സെനറ്റ് അംഗങ്ങളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് കടത്താൻ സാധിക്കില്ലേ? എന്തുകൊണ്ട് ചെയ്തില്ല? അപ്പൊ കേരളത്തിൽ നടക്കുന്നത് സർക്കാർ സ്പോൺസേഡ് അരാജകത്വമാണ്. ഇത് സത്യത്തിൽ കേരളത്തിൽ പിണറായി വിജയന്റെയും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെയും വാട്ടർ ലൂവാകാൻ പോവുകയാണ് ഈ ഗവർണർക്കെതിരെയുള്ള സമരം. ഇവർ ഗവർണർക്കെതിരെ ഇപ്പൊ പ്രോട്ടോകോൾ ലംഘനമാണല്ലോ വലിയ രീതിയിൽ പറയുന്നത്. ആരാ പറയുന്നത്? പിണറായി വിജയൻ ഈ പ്രോട്ടോകോൾ പാലിക്കേണ്ട, നിയമ സംവിധാനങ്ങൾ പാലിക്കേണ്ട ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായി നിർദ്ദേശം നൽകി ഗവർണറെ തെരുവിലിട്ടെടുത്തുകൊണ്ട് ഈ വേട്ടപ്പട്ടി സംഘത്തിന് ആക്രമിക്കാൻ അവസരം കൊടുത്ത ആളുകൾ ഗവർണർക്കെതിരെ പരാതി കൊടുത്തു. ഇതെന്തൊരു വിരോധാഭാസമാണ്? കേരളത്തിലെ ജനങ്ങൾ എന്താ അരിഹാരല്ലേ കഴിക്കുന്നത്? നമ്മളാരും പൊട്ടന്മാരല്ല. ഇത് നമ്മളാരും ഈ ദേശാഭിമാനി പത്രവും ഈ കൈരളിച്ചാനും മാത്രം കാണുന്ന ആളുകളൊന്നുമില്ല. കേരളത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ കൃത്യമായിട്ട് വീക്ഷിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. സത്യത്തിൽ കേരളത്തിൽ അരാജകത്വത്തിലേക്ക് കേരളത്തെ നയിച്ചുകൊണ്ടിരിക്കുക. സത്യത്തിൽ അയാൾക്ക് സമനില തെറ്റിയിട്ടുണ്ട്. അയാൾ ഇപ്പോൾ ഒരു പാർട്ടി സെക്രട്ടറിയുടെയോ അല്ലെങ്കിൽ ആ പിണറായിലെ പഴയ തെരുവ് ഗുണ്ടയുടെ നിലവാരത്തിൽ നിന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ആ പദവിയിലേക്ക് അദ്ദേഹം ഇപ്പോഴും എത്തിയിട്ടില്ല. അതിന് ഒത്താശ പാടുന്ന ഒരു പറ്റം വിവരം കേട്ട മന്ത്രിമാർ. നിങ്ങൾ ഓരോ മന്ത്രിമാരുടെയൊക്കെ പ്രസ്താവന നോക്കൂ. ദൈവത്തിന്റെ വരദാനം. അതെ, ദൈവത്തിന്റെ വരദാനമാണ്. ശരിയാണ്. ദൈവത്തിന്റെ വരദാനത്തിന് ഒരു സംശയവും വേണ്ട. നമ്മളൊന്ന് ശരിക്കും ഈ കാലന്റെ ഒക്കെ നേരിട്ടുള്ള അവതാരങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴാണ് കാണുന്നത്. ഈ കാലൻ എങ്ങനെയാണ് കേരളത്തിൽ അവതരിക്കുക എന്നൊക്കെ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ദൈവത്തിന്റെ അവതാരം പല രീതിയിലാണല്ലോ. ഇപ്പൊ കാലനായിട്ട് അവതരിപ്പിക്കാം, ദേവനുമായിട്ട് അവതരിപ്പിക്കാം. അപ്പൊ അദ്ദേഹം ഉദ്ദേശിച്ചത് ഏത് രീതിയിലാണെന്ന് നമ്മളൊന്ന് നോക്കണം.
അദ്ദേഹം ഏതാണ് ഉദ്ദേശിച്ചത്? കാലനായിട്ടാണോ ദൈവമായിട്ടാണോ എന്ന് നമ്മൾ നോക്കാം. വരദാനം ദൈവത്തിന് പല സൃഷ്ടികളുണ്ടല്ലോ. അപ്പൊ അത് നോട്ടെ. ഈ ശിവൻകുട്ടി എന്ന് പറയുന്ന വിവരം കേട്ട ആള് കഴിഞ്ഞ ദിവസം നടത്തിയൊരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറയുന്നത് സർ സി പിയെ കേരളത്തിൽ നാട്ടി ഓടിച്ച മണിയുടെ പാരമ്പര്യമൊക്കെ ഉണ്ടെന്ന്. ഇത് സർ സി പി നാട്ടുരാജ്യമായിരുന്നു. ഈ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാനെ അപ്പോയിന്റ്മെന്റ് ചെയ്തത് ഏതെങ്കിലും നാട്ടുരാജാവല്ല. ആരിഫ് മുഹമ്മദ് ഖാൻ അപ്പോയിന്റ്മെന്റ് ചെയ്തത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയും രാഷ്ട്രപതിയുമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. സർ സി പി അല്ല ആരിഫ് മുഹമ്മദ് ഖാൻ. നിങ്ങൾ കണ്ടല്ലോ, ഇവര് കണ്ടല്ലോ. ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഒന്ന് നെഞ്ച് ഉയർത്തിയിട്ട് തെരുവിലിറങ്ങിയപ്പോൾ ഓടി ഈ പേപ്പട്ടി സംഘം. ഇതിനു മുമ്പ് കേരളത്തിൽ സത്യത്തിൽ നമ്മൾ കുറച്ച് ദിവസങ്ങളായി കാണുന്ന കാഴ്ച എന്താ? കേരളത്തിൽ ഒരു ജനനായകൻ നമുക്ക് ഒരു അതേ സമയത്ത് ഞാൻ വലിയ ജനനായകൻ എന്ന് പറഞ്ഞ ഒരാൾ മാർച്ച് നടത്തുമ്പോൾ കേരളത്തിൽ യഥാർത്ഥ ജനനായകൻ കേരളത്തിൽ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. സത്യത്തിൽ ഈ നവോത്ഥാന നായകന്മാരുടെ പട്ടികയിൽ നമുക്ക് സത്യത്തിൽ ഇപ്പോൾ ഒരാളെ കൂടി കിട്ടിയിട്ടുണ്ട്, ആരിഫ് മുഹമ്മദ് ഖാൻ. ശ്രീനാരായണ ഗുരുവിനെ പോലെ, ചട്ടമ്പി സ്വാമിയെ പോലെ, അയ്യങ്കാളിയെ പോലെ കേരളത്തിലെ ഈ അരാജകത്വ സംഘത്തിനെതിരെ, അരാഷ്ട്രീയ സംഘത്തിനെതിരെ, ഫെഡറൽ സംവിധാനത്തെ വെല്ലുവിളിക്കുന്ന ഈ പേപ്പട്ടി സംഘത്തിനെതിരെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളായിക്കോട്ടെ, കേരളത്തിലെ ക്യാമ്പസുകളായിക്കോട്ടെ, ഇനി കേരളത്തിലെ ഭരണത്തിലെ നെറുകേടുകൾക്കെതിരെ പ്രതികരിക്കാൻ നമുക്ക് ആണൊരുത്തനായിട്ടുള്ള ഒരു ഗവർണർ ഉണ്ടായി എന്നുള്ളതിനാണ് ഈ 4 കോടി മലയാളികളും സത്യത്തിൽ അഭിമാനിക്കുന്നത്. ഇവര് എന്തൊക്കെ പറഞ്ഞാലും ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ച് സത്യത്തെ ഓരോ മലയാളിക്ക് അഭിമാനം. അതുകൊണ്ടല്ല അദ്ദേഹത്തെ സ്നേഹം കൊണ്ട് നമ്മുടെ മാനാഞ്ചിറയിലും മിഠായി തെരുവിലും ഒക്കെ ആളുകൾ സ്വീകരിച്ചത്. ധൈര്യം ഇവിടെ പിണറായി വിജയൻ. ഞാൻ ചോദിക്കട്ടെ, ഈ ഇത്രയും വലിയ ഏകാധിപതിയാണെങ്കിൽ ഏകാധിപതിമാർക്കെതിരെയാണല്ലോ സമരം നടക്കേണ്ടത്. നമുക്ക് ഈ SFIക്കാരുടെ സ്പോൺസേഡ് പ്രോഗ്രാമും DYFIക്കാരുടെ സ്പോൺസേഡ് പ്രോഗ്രാമും ഇല്ലാതെ കേരളത്തിൽ ഏതെങ്കിലും ഒരു സാധാരണ ജനം ഈ ഗവർണർക്കെതിരെ ഒരു അക്ഷരം മിണ്ടുന്നുണ്ടോ? അവർക്ക് നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാനെ. ഇതേ ധൈര്യം പിണറായി വിജയനുണ്ട്. ഞാൻ പറയട്ടെ, കേരളത്തിൽ ഏതെങ്കിലും മിഠായി തെരുവിലോ ഇനി പാളയം മാർക്കറ്റിലോ കേരളത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ധൈര്യത്തോടുകൂടി, ഇച്ഛാശക്തിയോടുകൂടി, നെഞ്ചുറപ്പോടുകൂടി ചെന്ന് ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം പിണറായി വിജയൻ ഉണ്ടോ? ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ കേരളത്തിലെ എന്ത് തോന്നിയാസവും ചെയ്യാന്നുള്ള CPM-കാർക്ക് ധാർഷ്ട്യമുണ്ട്. ഭരണവും അധികാരവും ഇവിടുത്തെ പോലീസ് സംവിധാനവും ഞങ്ങളുടെ ചൊൽപ്പടിക്ക് പറയുന്നവരാണെന്ന് കരുതി എന്തുമാകാമെന്നുള്ള ധാർഷ്ട്യമാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ മുമ്പിൽ അവസാനിച്ചിട്ടുള്ളത്. സത്യത്തിൽ ഈ DYFIക്കാരനും SFIക്കാരനും CPM-കാരനും ഒക്കെ അല്പമൊക്കെ നാണവും മാനവും ഉണ്ടെങ്കിൽ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ കുളിച്ച കുളത്തിൽ പോയിട്ടൊന്ന് കുളിക്കുക. നിങ്ങൾ കുളത്തിൽ പോയിട്ടൊന്ന് കുളിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഈ നാണക്കേടൊക്കെ ഒന്ന് മാറി നിൽക്കും. നിങ്ങൾ കളിക്കുന്ന ആള് മാറിപ്പോയി. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. കേരളത്തിന്റെ ക്യാമ്പസുകൾ ഇപ്പൊ നോക്കൂ, ഇത് ഈ ഒരു കേരളത്തിൽ ഇപ്പൊ അടുത്ത കാലത്തായിട്ടുള്ള ഒരു ട്രെൻഡാണ്. ഈ ക്യാമ്പസുകളിൽ ഈ തെറി മുദ്രാവാക്യങ്ങൾ പറയുക. നമുക്ക് എന്നേറ്റവും പ്രബുദ്ധരായിട്ടുള്ള നമ്മൾ പ്രബുദ്ധ മലയാളികളെ നാണിപ്പിക്കുന്ന രീതിയിൽ ഇവർക്കൊക്കെ സത്യത്തിൽ ഈ തന്തയെ വിളിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ഹോബി. അച്ഛനെ വിളിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഈ SFIക്കാരന്റെ ഈ അച്ഛന്മാര് അവന്റെ പ്രായത്തിനേക്കാൾ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ. ആ സത്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അച്ഛനേക്കാൾ 26-ാമത്തെ വയസ്സിൽ MLA ആയിട്ടും ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറും യൂണിവേഴ്സിറ്റിയുടെ ചെയർമാനും ജനറൽ സെക്രട്ടറി ആയി തെരഞ്ഞെടുത്ത ആളാണ് അദ്ദേഹം. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, വടി കൊടുത്ത് അടി വാങ്ങുമോ? നമ്മുടെ ഈ ഡിബേറ്റിൻ്റെ സംവാദത്തിൻ്റെ തലക്കെട്ടതാണ്. അതായത് ഗവർണർ എന്ന ശല്യം അതൊന്ന് പെട്ടെന്ന് ഒഴിവാക്കി തരണം. ഇന്നലെ CPM-ന്റെ മുഖപത്രത്തിൽ ഒരു വാർത്ത വന്നു. അതായത് ഈ ഗവർണർഷിപ്പ് അത് എക്സ്റ്റെൻഡ് ചെയ്തു കൊടുക്കും എന്നുള്ളതാണ്. അത് പരോക്ഷമായി അംഗീകരിക്കുന്നത് വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിൽ വരും എന്നുള്ളതാണ്. ചീഫ് എഡിറ്ററെയും ഒക്കെ വിളിച്ച് ശാസിച്ചിട്ടുണ്ട് ഈ വാർത്ത ഇങ്ങനെ കൊടുത്തതിന്. കാരണം ഇവരംഗീകരിച്ചു BJP വീണ്ടും അധികാരത്തിൽ വരും, NDA വീണ്ടും അധികാരത്തിൽ വരും എന്ന്. ഇത്രമാത്രം ഗവർണറെ ഭയക്കുന്നത് എന്തിനാണ്? ഇപ്പോഴിതാ രാഷ്ട്രപതിക്ക് കത്ത് അയച്ചിരിക്കുകയാണ്. ഗവർണർ പ്രോട്ടോകോൾ ലംഘിക്കുന്നു, ഗവർണർ ഈ ബില്ലുകളിൽ നിയമസഭ അംഗീകരിച്ച് പാസാക്കിയ ബില്ലുകളിൽ ഒപ്പുവെക്കുന്നില്ല, ഗവർണർ സർക്കാരുമായി സഹകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഈ സർക്കാർ ചെയ്യുന്നതെല്ലാം ശരിയാണോ? സർക്കാർ കിട്ടുന്ന വേദികളിൽ മുഖ്യമന്ത്രിയാവട്ടെ, മന്ത്രിമാരാവട്ടെ, ഈ കുട്ടി സഖാക്കന്മാരുണ്ടല്ലോ, ഇവരെല്ലാം കിട്ടുന്ന വേദികളിലെല്ലാം ഗവർണറെ പരസ്യമായി അധിക്ഷേപിക്കുകയാണ്. ഇതൊക്കെ ശരിയാണോ? ജനാധിപത്യത്തിൽ വിമർശനം അത് സ്വാഭാവികമാണ്. പക്ഷേ ഒരാളെ വ്യക്തിപരമായി തേജോവധം ചെയ്യുക, അധിക്ഷേപിക്കുക, അദ്ദേഹത്തിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുക, ഇന്നും കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഇവിടെ തിരുവനന്തപുരത്ത് ഗവർണറുടെ വാഹന വ്യൂഹം അതിന് നേരെ കരിങ്കൊടി കാണിച്ചു. ഇതൊക്കെ ആശാസ്യമായിട്ടുള്ള നടപടി ആണോ? ഈ ഒരു ഏറ്റുമുട്ടൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് വലിയൊരു ഭരണഘടനാ പ്രശ്നമായി മാറില്ലേ? ഒരു പൊതുതത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീ അനിൽ നമ്പ്യാർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ യോജിക്കുന്ന ആളാണ്. പൊതുതത്വം
ഒരു ഭരണഘടനാ സ്ഥാപനങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടാവാതെ നോക്കേണ്ടുന്നത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. അതിന് കാവൽ നിൽക്കാനുള്ള ഉത്തരവാദിത്വം ജനങ്ങൾക്കും ഉണ്ട്. പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടത്തിനെ എത്രത്തോളം പ്രയാസപ്പെടുത്താൻ കഴിയും എന്നുള്ളത് നോക്കി അത്രത്തോളം അതിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന മറ്റൊരു ഭരണഘടനാ സ്ഥാപനം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ ഭരണഘടനാ സ്ഥാപനമാണെങ്കിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സമിതിയല്ല, ഒരു ഗവൺമെൻറ്റിൻ്റെ ഭരണഘടനയ്ക്കകത്തുള്ള ഒരു വകുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കപ്പെടുന്ന ഒരാൾ എന്ന നിലക്ക് മാത്രമാണ് നമുക്കതിനെ കാണേണ്ടുന്നത്. ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള കേരളത്തിലെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിലെ ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ആൾ ഗവർണറാണോ നിയമസഭയാണോ ഭരണകൂടമാണോ എന്ന ചോദ്യത്തിന് ഈ കണ്ണും പൂട്ടി നമുക്ക് ഉത്തരം പറയാൻ കഴിയുന്നത് അത് നിയമസഭയാണ്. അത് നിയമസഭ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ CPM-ൻ്റെ നേതൃത്വത്തിലുള്ള LDF മാത്രമല്ല, നേരത്തെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഉണ്ടായിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളിലും BJP-യുടെ നേതൃത്വത്തിലുള്ള ഭരണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം അവർക്കാണ് യഥാർത്ഥത്തിൽ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം. ആ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാൻ ശ്രമിക്കുന്ന അവസരത്തിൽ അതിൽ കാഴ്ചപ്പാടുകളുടെ വ്യത്യാസങ്ങളുണ്ടാവും. കാഴ്ചപ്പാടിൽ ധാരാളം വ്യത്യാസങ്ങളുണ്ടാവും. BJP ഭരിക്കുന്ന ഭരണകൂടത്തിന് അവരുടേതായ രാഷ്ട്രീയ ആശയങ്ങൾ ജനാധിപത്യപരമായ സംവിധാനങ്ങളിലൂടെ ജനങ്ങളിലേക്ക് സംക്രമിപ്പിക്കാൻ പരിശ്രമിക്കുക അതൊരു വസ്തുതാപരമായ സത്യമാണ്. അതേപോലെ കോൺഗ്രസിൻ്റെതാണെങ്കിൽ കോൺഗ്രസും അതുപോലെ തന്നെയാണ്. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ആശയങ്ങൾ പ്രതിഫലിപ്പിക്കപ്പെടുന്ന തീരുമാനങ്ങൾ നിയമസഭയ്ക്കകത്തോ പാർലമെൻറ്റിനകത്തോ വെച്ച് പാസ്സാക്കി കൊണ്ടുവരാനുള്ള ഒരു താല്പര്യം അവരെടുക്കും. ഇതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ അല്ലെങ്കിൽ CPM-ഓ ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ ആളുകളും എടുക്കും. ആ ഒരു വസ്തുതയെ അംഗീകരിക്കാൻ നിയമസഭയ്ക്കോട് ഉത്തരവാദിത്വം ഉണ്ട്, ഭരണഘടനാപരമായ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള നിലയിൽ ഗവർണർ ബാധ്യസ്ഥനാണ് എന്നതാണ് എനിക്ക് അക്കാര്യത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് ഒരു രാഷ്ട്രീയ വിവേചനത്തിൻ്റെ അടിസ്ഥാനത്തിലാവരുത്. അതൊരു വസ്തുത ആ വസ്തുത നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഗവർണർ അംഗീകരിക്കുകയും ഭരണകൂടത്തിൻ്റെ പ്ലഷർ അതനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യതപ്പെടുകയും ചെയ്തിട്ടുള്ള ഗവർണർ ചെയ്യുന്നത് മുഴുവൻ ഗവൺമെൻറ്റും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി കേരളത്തിലെ ജനങ്ങളുടെ ഭൂരിപക്ഷത്തിൻ്റെ വിഭാഗത്തിൻ്റെ അഭിപ്രായത്തെ മറികടന്നുകൊണ്ട് ഏത് മേഖലയിലാണെന്ന് ആർക്കും മനസ്സിലാകാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തുമ്പോൾ സ്വാഭാവികമായ അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കുവാൻ ഏത് തരത്തിലുള്ള ജനാധിപത്യ വിശ്വാസികളും തയ്യാറാകും. ഗവർണർ എന്ത് അപരാധമാണ് ചെയ്തത്? വക്കീലെ, ഗവർണർ എന്ത് അപരാധമാണ് ചെയ്തത്? ഇപ്പൊ പറയുന്നു ഗവർണർ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു, സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. അതാണല്ലോ പ്രധാന ആരോപണം. പക്ഷേ ഈ സർവകലാശാലകൾ, കേരളത്തിലെ സർവകലാശാലകൾ SFI എന്ന വിദ്യാർത്ഥി സംഘടനയ്ക്ക് തീരെഴുതി കൊടുത്തതാണോ? ഇന്ന് കോഴിക്കോട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റിൽ ഗവർണർ നാമനിർദ്ദേശം ചെയ്ത അംഗങ്ങളെ സെനറ്റ് യോഗത്തിലേക്ക് കടത്തിവിടാതെ ഉപരോധിക്കുകയുണ്ടായി. അതിൽ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച അകക്കണ്ണുകൊണ്ട് സാഹിത്യം എഴുതുന്ന ബാലൻ പൂതേരിയെ പോലും തടഞ്ഞു വെച്ചു. ഇതൊക്കെയാണോ ജനാധിപത്യപരമായി? ഇവിടെ ജനാധിപത്യം നാഴികക്ക് 40 വട്ടം ജനാധിപത്യം എന്ന് ഉദ്ഘോഷിക്കുകയാണ് CPM-ഉം ഇടത് കക്ഷികളുമൊക്കെ. പക്ഷേ അവർ ജനാധിപത്യപരമായിട്ടാണോ പ്രവർത്തിക്കുന്നത്? ഗവർണർ ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു, ആക്ഷേപിക്കുന്നു, അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നു. അദ്ദേഹത്തെ ഇനി വിളിക്കാത്ത തെറിക വല്ലതുമുണ്ടോ? അപ്പോൾ ഈ ജനാധിപത്യപരമായി ഗവർണർ പ്രവർത്തിക്കുന്നില്ല എന്ന് കുറ്റപ്പെടുത്തുന്നവർ അവർ ജനാധിപത്യപരമായിട്ടാണോ പ്രവർത്തിക്കുന്നത് എന്ന് ഒരു ആത്മപരിശോധന നടത്തേണ്ട സമയം കൂടിയല്ലേ ഇത്? ഞാൻ ശ്രീ അനിൽ നമ്പ്യാർ വ്യക്തിഗതമായ പരാമർശത്തിലേക്ക് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം പറയാം. പക്ഷെ ജനാധിപത്യപരമായി ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ
എന്ന് ചോദിച്ചാൽ അത് വ്യക്തിഗതമല്ല, അത് വ്യക്തിഗതമായിട്ടല്ല, ഇന്നയാള് ABC എന്നല്ല. അത് കാവ്യവൽക്കരിക്കുന്നു എന്ന ഒരു ആക്ഷേപം ഇടതുപക്ഷത്തിൻ്റെ SFIക്കും അതുപോലെയുള്ള ഇടതുപക്ഷ ചിന്താഗതിയുള്ള കക്ഷികൾക്കും ഉള്ളപ്പോൾ തന്നെ ആ BJPക്കായാലും RSSനായാലും ഇത് ചുവപ്പുവൽക്കരിക്കപ്പെടുന്നു എന്നുള്ള ആക്ഷേപവുമുണ്ട്. ഞാൻ ഈ രണ്ട് ആക്ഷേപത്തെയും ഉൾക്കൊള്ളുന്ന ഒരാളാണ്. അത്തരമൊരു ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാനും കഴിയുന്നുണ്ട് ചിലയിടങ്ങളിലൊക്കെ. അതുകൊണ്ട് ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ നിയമസഭ പാസാക്കി നൽകിയ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ ഉത്തരവാദപ്പെട്ട ആളുകൾ അവിടെ അവരുടെ വിവേചനാധികാരം ഉപയോഗിക്കുന്നതിന് പകരം അവിടെ ഏത് ജനാധിപത്യ സംവിധാനമാണ്, ഏത് ഭരണഘടനാ വകുപ്പുകളിലാണ് തങ്ങളിൽ ഈ അധികാരം നിക്ഷിപ്തമായത് എന്ന് പറഞ്ഞുകൊണ്ട് ആ പറയുന്നതിൻ്റെ ഭാഗം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ഞാനത് ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ഇതേ ഗവർണർ തന്നെ നേരത്തെ ഇപ്പോൾ പുറത്താക്കപ്പെട്ട അല്ലെങ്കിൽ കോടതി വിധിയാൽ പുറത്തു പോകാൻ നിർബന്ധിതമായ ഒരാൾ, നമ്മുടെ കണ്ണൂർ VC കുറിച്ച് നമ്മുടെ ഗവർണർ പറഞ്ഞത് എന്താ? മുഖ്യമന്ത്രിയുടെ നിർബന്ധം ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ കേരള ഗവൺമെന്റിന്റെ നിർബന്ധം ഉണ്ടായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ നിശ്ചയിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതാണ് ഒരു ജനാധിപത്യ രീതി എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ അവിടെ നിശ്ചയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ക്രെഡൻഷ്യൽസിനെ കുറിച്ചല്ല ആലോചന ഉണ്ടായിരുന്നത്. ജനാധിപത്യ നടപടിക്രമപ്രകാരം സർക്കാരുമായി പ്രത്യക്ഷത്തിൽ ഒരു ഏറ്റുമുട്ടൽ വേണ്ട എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടാവും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരുപക്ഷെ എന്റെ നാട്ടുകാരനാണ് എന്ന് വന്ന് മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അതേ അംഗീകരിച്ചു കൊടുത്തത്. ഞാൻ പറഞ്ഞത് അതുപോലെ നമുക്ക് ഓരോ സംഗതികളിലും അദ്ദേഹമായാലും മുഖ്യമന്ത്രി ആയാലും ഈ സംവിധാനത്തെ ഏർപ്പെടുത്തി കൊണ്ടുപോകേണ്ടുന്ന ഒരു ആവശ്യം നമുക്കെല്ലാവർക്കുമുണ്ട്. അതുകൊണ്ടാണല്ലോ അത് ഒരു കാര്യം ഇപ്പോൾ BJPയുടെ പല ആളുകളും കേരളത്തിലെ മുഖ്യമന്ത്രിയെ കളിയാക്കുന്നുണ്ട്. ഞാൻ ഒഴിഞ്ഞോളാം എന്ന് പറഞ്ഞപ്പോൾ അല്ല, നിങ്ങൾ തുടരുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയല്ലേ ഇത് എന്ന് ചോദിക്കുമ്പോൾ ഒഴിഞ്ഞോളാം എന്ന് പറഞ്ഞപ്പോൾ എന്നാ പിന്നെ കടലാസിങ് കൊടുത്തേക്ക് എന്ന് പറയുന്നതാണോ നമ്മുടെ കേരളത്തിന്റെ സംസ്കാരം? അതല്ലല്ലോ. അപ്പൊ ആ സംസ്കാരത്തിന്റെ ഭാഗമായി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഭാഗങ്ങൾ എല്ലാവരും, ഞങ്ങളടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ചിന്താഗതിയുള്ള ആളുകൾ, ഇത് ഗവർണറും ഗവർണറെ ന്യായീകരിക്കുന്ന ആളുകളും എല്ലാം ഒരു അല്പസംയമനം പാലിക്കുന്നത് നല്ലതാണ് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇതിങ്ങനെ തെരുവ് യുദ്ധമാക്കി മാറ്റിക്കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എല്ലാം കാണിക്കുന്നതിനെ കുറിച്ച് അനിൽ നമ്പ്യാർ നമുക്കൊക്കെ അറിയാലോ. 24 മെയ് മാസത്തിലോ ഏപ്രിൽ മാസത്തിലോ നടക്കാനിരിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പിന്റെ കേളികൊട്ട് കളമൊരുക്കലിൽ എല്ലാം ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുന്ന ജനങ്ങൾ തന്നെയാണ് കേരളത്തിലുള്ളത്. വളരെ ചുരുക്കം ആളുകൾക്ക് ഇതിൻ്റെ സാങ്കത്യം കൃത്യമായി മനസ്സിലാകാതിരിക്കുകയുള്ളൂ. അത് ചെറിയ ശതമാനം, ഒരു 10% ആളുകളുണ്ടാവും. ബാക്കി 90% ആളുകൾക്കും എന്തിനാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകളാണ്. നല്ല ഒരു ക്ഷീര കർഷകനെ സംബന്ധിച്ചിടത്തോളം പശു പാല് പൊതിക്കുമ്പോൾ അറിയാം അത് ചാണകമിടാനാണോ അതല്ല മൂത്രമൊഴിക്കാനാണോ എന്നുള്ളത്. അതുപോലെ വ്യക്തമാണ് കേരളത്തിൽ ഇന്ന് നടക്കുന്ന ഈ കളികൾ എന്ത് ഉദ്ദേശത്തിലാണ് എന്നതിന് മനസ്സിലാക്കാൻ കഴിവുള്ള ജനങ്ങളുടെ മുമ്പിൽ നമ്മളെല്ലാവരും സ്വയം അപഹാസ്യപാത്രമാകുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. അതിന് എന്താണ് വേണ്ടത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തിരുത്തേണ്ടതുണ്ടോ? തിരുത്തിക്കണം എന്നുള്ളതാണ്. തിരുത്തിക്കേണ്ട ഘട്ടങ്ങൾ നമുക്ക് തിരുത്തിക്കാനുള്ള നടപടികളിലേക്ക് നോക്കാം. ഗവർണർ ഒരു രാഷ്ട്രീയ കളി അല്ല. ഗവർണറെ കൊണ്ട് കളിപ്പിക്കാതെ രാഷ്ട്രീയമായി നമുക്ക് നേരിടാൻ കഴിഞ്ഞാൽ, രാഷ്ട്രീയമായി അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ചർച്ചകളിലേക്ക് പോകാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ഭരണഘടനയുടെ സംരക്ഷണത്തിന് ഉതകുന്നതായിരിക്കും. അതിലിപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ BJP, RSS, അതുപോലെയുള്ള സംഘടനകൾ, മാർക്സിസ്റ്റ് പാർട്ടി, CPI, അതുപോലെയുള്ള മറ്റ് സംഘടനകൾ, കോൺഗ്രസ്, മുസ്ലിം ലീഗ് തുടങ്ങിയ ഇവർക്ക് രാഷ്ട്രീയമായി പ്രവർത്തിക്കട്ടെ.
രാഷ്ട്രീയമായി പ്രവർത്തിക്കാൻ മാത്രം പ്രാപ്തിയുള്ള നേതാക്കന്മാരാണ് എല്ലാ രാഷ്ട്രീയ സംഘടനയിലും. BJPക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകൾക്കോ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ നയിക്കാൻ ഒരു ഗവർണറെ ഉപയോഗിക്കേണ്ട ഒരു ഗതികേട് ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അവർക്ക് പ്രാപ്തമായ നേതൃത്വം, ഇത്രയും പ്രാപ്തമായ നേതൃത്വം BJPക്ക് കേരളത്തിൽ തന്നെയുള്ള സ്ഥിതിക്ക് ആ രാഷ്ട്രീയമായ ഒരു പ്രവർത്തനത്തിലേക്ക് മാറുക എന്നല്ലാതെ അധികാര പദവിയുള്ള ഒരു ആളെ കൊണ്ട് ഒരു രാഷ്ട്രീയം കളിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നമുക്ക് പറയണം, ഞങ്ങൾ കളിച്ചോളാം, ഞങ്ങൾ നേരിട്ടോളാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഞങ്ങൾ നേരിട്ടോളാം രാഷ്ട്രീയമായി, നിങ്ങൾ നിങ്ങളുടെ ഭരണഘടനാ പദവി ഉപയോഗിക്കൂ, ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഭരണഘടന നിങ്ങൾക്ക് നൽകുന്ന അധികാരാവകാശങ്ങൾ മാത്രമെടുത്ത് പ്രവർത്തിക്കൂ എന്ന് പറയാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകണം. അങ്ങനെ ഒരു അഭ്യർത്ഥന കൂടിയാണ് മുഖ്യമന്ത്രിയുടെ കത്തിലുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും കേരളത്തിലെ BJP നേതൃത്വം ഗവർണറെ ഈ കാര്യത്തിൽ അങ്ങനെ ഉപദേശിക്കണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. രാംകുമാർ സാർ, അങ്ങനെ ഒരു രാഷ്ട്രീയ ചട്ടുകമായിട്ട് ഗവർണർ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അദ്ദേഹം അങ്ങനെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി അദ്ദേഹത്തെ കൺട്രോൾ ചെയ്താൽ അങ്ങനെ നിന്നു കൊടുക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നുണ്ടോ? മറ്റൊരു കാര്യം PM സുരേഷ് ബാബു കൂടെ പറഞ്ഞത്, അതായത് ഈ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ, മുഖ്യമന്ത്രി അടക്കമുള്ളവർ, അവർക്ക് ജനങ്ങളോട് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. ഗവർണർ എന്ന് പറയുന്ന ഒരു ഭരണഘടനാ പദവി മാത്രമാണ്. അദ്ദേഹത്തിന് ഗവർണറോട് ഉത്തരം പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് കൂടുതൽ ഉത്തരവാദിത്തമുള്ളവർ അവർ ഒരുപക്ഷെ പ്രതികരിക്കും. ആ പ്രതികരണം ഒരുപക്ഷെ അതിരുവിട്ട് പോകും. അതുകൊണ്ട് അതൊക്കെ സഹിക്കണം എന്ന ഒരു ധ്വനിയാണോ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഉണ്ടായത് എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ ടൂളാക്കി ഗവർണറെ മാറ്റുന്നു. അങ്ങനെ ധ്വനിയില്ല. ഇല്ല. ഓക്കെ നല്ലത്. അല്ല അനിൽ അങ്ങനെ ഒരു ധ്വനിയില്ല. ഓക്കെ, ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ട് ഗവർണർ പ്രവർത്തിക്കുന്നു തോന്നുന്നുണ്ടോ രാംകുമാർ സാർ? അല്ല, ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗവർണർ എന്ത് രാഷ്ട്രീയ അഭിപ്രായമുള്ള ആളാണെങ്കിലും, രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ള ആളാണെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തലവനാണ്. ഭരണഘടനയിലെ 154 അനുച്ഛേദം അനുസരിച്ച് സർക്കാരിൻ്റെ തലവനായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. ആ സർക്കാർ തലവനാണ് നയപ്രഖ്യാപനം നടത്തുന്നത്. നയപ്രഖ്യാപനം സ്വന്തം നയപ്രഖ്യാപനമല്ല, താൻ തലവനായ സംസ്ഥാന സർക്കാരിൻ്റെ ജനങ്ങൾ ഭൂരിപക്ഷത്തോടുകൂടി തിരഞ്ഞെടുക്കുന്ന മന്ത്രിസഭ നിർണ്ണയിക്കുന്ന നയങ്ങൾ പ്രഖ്യാപിക്കുന്നത് ഗവർണറാണ്. അത് സ്വന്തം അഭിപ്രായമല്ല, മന്ത്രിസഭയുടെ അഭിപ്രായമാണ്. അത് അദ്ദേഹം ഭംഗിയായി നിർവഹിച്ചില്ലേ? അപ്പോൾ ആ ഭരണഘടന ചുമതല അദ്ദേഹം നിർവഹിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന് ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങളല്ലോ ആണോ? ആകാൻ വഴിയില്ല. പക്ഷെ അവിടെ ഗവർണർ എന്ന പദവി വഹിക്കുന്ന ആൾ നിർവഹിക്കേണ്ട ചുമതല ഭംഗിയായി അദ്ദേഹം നിർവഹിച്ചു. തൻ്റെ സർക്കാരിൻ്റെ നയപ്രഖ്യാപനം അദ്ദേഹം ഓരോ കൊല്ലവും വായിക്കും. ഇതാണ് ഒന്ന്. രണ്ട്, കാര്യമായി അദ്ദേഹത്തെ വിമർശിക്കുന്നത് ഒരു കാര്യത്തിലാണ്. ബില്ലുകൾ പിടിച്ചു വയ്ക്കുന്നു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ബില്ലുകൾ ഒപ്പിടാൻ ഭരണഘടന സമയം നിർണയിച്ചിട്ടില്ല, ഒരു ന്യായമായ സമയത്തിനുള്ളിൽ ചെയ്യണം. ഇവിടെ 2-3 ബില്ലുകൾ, ഒരുപാട് ബില്ലുകൾ അദ്ദേഹം ഒപ്പിട്ട് കൊടുത്തു. 2-3 ബില്ലുകളുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് സംശയങ്ങളുണ്ട്. ആ സംശയം ദൂരീകരിക്കാൻ പലതവണ മുഖ്യമന്ത്രിയെ കണ്ടു, മുഖ്യമന്ത്രിയോട് കഷ്ടാൾ കണ്ടു. വ്യക്തമായ വിശദീകരണം കിട്ടിയില്ല എന്നാണ് ഗവർണറുടെ പക്ഷം. അല്ലാത്ത ബില്ലുകൾ അദ്ദേഹം രാഷ്ട്രപതിക്ക് റെഫർ ചെയ്തു. പിന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു, അനാവശ്യ കാലതാമസം വരുത്തുന്നു. ഏത്? 25 കൊല്ലത്തെ ക്രിമിനൽ അപ്പീലുകൾ തീർക്കാൻ പറ്റാത്ത സ്ഥാപനമാണ് 6 മാസത്തെ കാലാവധിക്ക് ഗവർണറെ വിമർശിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കേരള ഹൈക്കോടതിയിൽ 2ാം അപ്പീൽ, അതായത് 2 കോടതി കഴിഞ്ഞ് 3ാമത്തെ അപ്പീൽ ഹൈക്കോടതിയിൽ കൊടുക്കുന്നത് 25 കൊല്ലം പഴക്കമുള്ള 2ാം അപ്പീലുകൾ ഇപ്പോഴും തീർപ്പാകാതെ കിടക്കുന്നുണ്ട്. അത് ജുഡീഷ്യറിയുടെ പാളിച്ചയാണ്. ആ ജുഡീഷ്യറിയാണ് ഗവർണറോട് പറയുന്നത്, നിങ്ങൾ 6 മാസം എടുക്കുന്നു. എന്ത് മാന്യത ഉള്ളത്! പക്ഷേ നിർഭാഗ്യവശാൽ
ഗവർണറെ തെരുവിൽ കാണുന്ന പോലെ, വിദ്യാർത്ഥി സംഘടനയെ ഇളക്കിവിട്ട് ഗവർണറെ തടസ്സപ്പെടുത്തുന്ന പോലെ നമ്മുടെ രാജ്യത്ത് ജുഡീഷ്യറി കൈകാര്യം ചെയ്യാൻ പറ്റുമോ? കോടതി ലക്ഷ്യം അവരല്ലേ, സാക്ഷിയും മജിസ്ട്രേറ്റും പിന്നെ വിധികർത്താവും എല്ലാം അവരല്ലേ. ആ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ 6 മാസം കൊണ്ട് ബില്ല് പാസ്സാക്കണം എന്ന് പറയുന്ന സ്ഥാപനത്തിനോട്, സാർ 25 കൊല്ലം പഴക്കമുള്ള കേസ് നിങ്ങളൊന്ന് വേഗം തീർത്തു തരൂ എന്ന് ആരോട് സങ്കടം പറയും? ഈ വസ്തുത നമ്മൾ മനസ്സിലാക്കിയാൽ മതിയാവും. എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളിലും പാളിച്ചകളുണ്ട്. ഇത് ഈ രാജ്യത്തിൻ്റെ നിർഭാഗ്യമാണ്. നമ്മുടെ ഭരണഘടനയിലെ 3 നെടും തൂണുകളും ജനങ്ങളെ പാടെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ജുഡീഷ്യറിയും ആ കാര്യത്തിൽ പിന്നോക്കമല്ല. പക്ഷെ അതിന് തെരുവിൽ നേരിടലാണോ മാർഗം? അല്ലല്ലോ. എൻ്റെ സുഹൃത്ത് സുരേഷ് ബാബു പറഞ്ഞതിനോട് ഞാൻ പരിപൂർണമായി യോജിക്കുന്നു. പ്രതിഷേധിക്കാൻ അവകാശമുണ്ട്. ഗവർണർ തെറ്റ് ചെയ്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയ്ക്ക് വിമർശിക്കാൻ അധികാരമുണ്ട്. പക്ഷേ തെരുവ് ഗുണ്ടകളെപ്പോലെ അദ്ദേഹത്തെ കാറിൽ നിന്ന് ഇറക്കാനും, കരിങ്കൊടി കാണിച്ചോട്ടെ തടഞ്ഞു നിർത്താനും, ഇനി രാജ്ഭവനിൽ കയറ്റില്ല എന്ന് വീമ്പിളക്കാനും, ഇത് കേരളമാണ് സൂക്ഷിച്ചോ, ആരിഫ് മുഹമ്മദ് ഖാനല്ല സർ CPI, ഇത്തരം വീമ്പിളക്കുന്നത് നമ്മുടെ രാഷ്ട്രീയ സംസ്കാരത്തിന് യോജിച്ചതാണോ? അതും ഇടതുപക്ഷ പുരോഗമനം എന്ന് അവകാശപ്പെടുന്ന ആളുകൾ, അവർക്ക് യോജിച്ചൊരു പ്രവൃത്തിയാണോ? എനിക്ക് എൻ്റെ സുഹൃത്ത് സുഭാഷ് ബാബുവിൻ്റെ അഭിപ്രായങ്ങൾ വളരെ മാന്യമായിരുന്നു, വളരെ പക്വമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് 100% ഞാൻ യോജിക്കുന്നു. പക്ഷേ പാളിച്ച പറ്റാത്ത ഒരു സ്ഥാപനവും, പ്രത്യേകിച്ചും ഭരണഘടനാ സ്ഥാപനം ഈ രാജ്യത്തില്ല. അതിനെ നേരിടേണ്ടത് സമചിത്തത്തോടുകൂടിയാണ്, വിദ്വേഷത്തോടോ അല്ലെങ്കിൽ ഉദ്യോഗത്തോടു കൂടിയല്ല, ശാരീരികമായല്ല, താത്വികമായാണ്. അത് നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ സുഹൃത്തുക്കൾ വിസ്മരിച്ചു. അതുകൊണ്ട് ഗവർണറെ തെരുവിൽ നേരിട്ടത് കൊണ്ട് അദ്ദേഹം ഭയപ്പെടും എന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. അദ്ദേഹം ഈ സ്ഥാനം ഉപേക്ഷിച്ച് പോകും എന്നും ആരും പ്രതീക്ഷിക്കേണ്ട. ആ പരിപ്പ് ഇവിടെ വേവില്ല. അതിന് പകരം എൻ്റെ സുഹൃത്ത് സുരേഷ് ബാബു പറഞ്ഞ മാതിരി ഭരണഘടനയുടെ 4 അതിരിൽ നിന്നുകൊണ്ട് വിമർശിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ തിരുത്താൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് സ്വാഗതാർഹമാണ്. കാരണം ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, നിങ്ങൾ നിയമിക്കപ്പെട്ട ആളാണ്, ഞങ്ങളുടെ അവകാശങ്ങൾ ഇന്നതാണ്, നിങ്ങളുടെ അധികാരങ്ങൾ ഇന്നതാണ് എന്ന് അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം ഭീഷണിപ്പെടുത്തുകയും തെരുവ് ഗുണ്ടകളെ പോലെ പെരുമാറുകയും ചെയ്യുന്നൊരു സംസ്കാരം കേരളത്തിന് അപമാനമാണ്. അതുകൊണ്ട് സുരേഷ് ബാബുവിനെ പോലെ പക്വതയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ അവരുടെ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ട ഉപദേശം കൊടുത്ത് ഇത്തരം ദുരിഭിഷ്ടമായ പ്രവർത്തനങ്ങളിൽ നിന്ന് ഈ യുവജന സംഘങ്ങളോട് പിൻവലിക്കാൻ അഭ്യർത്ഥിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. യെസ് യെസ് യെസ്